ഈ വിവരം കേട്ട കുര്യാക്കോസ് മുണ്ടാടനെ പോലുള്ള പുരോഹിതന്മാർ ഇനിയുമുണ്ട്. അവരുടെ അറിവിലേക്കായി ഞാൻ ചില കാര്യങ്ങൾ ഈ ഓണത്തെക്കുറിച്ച് ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ ഓണത്തിൻ്റെ പ്രധാന കഥാപാത്രമായ മഹാബലി, ചരിത്രത്തിലൊന്നും മഹാബലിയെക്കുറിച്ച് പറയുന്നില്ല. കേരള ചരിത്രത്തിലോ ഇന്ത്യ ചരിത്രത്തിലോ മഹാബലി എന്നൊരു രാജാവ് കേരളം ഭരിച്ചതായിട്ട് പറയുന്നില്ല. അഥവാ അദ്ദേഹം കേരളം ഭരിച്ചെങ്കിൽ വാമനൻ എങ്ങനെയാണ് ഭൂമി മുഴുവനും ആകാശവും അളന്ന് മൂന്നാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ചു എന്നാണല്ലോ ഐതിഹ്യം. അപ്പോൾ കേരളം ഭരിച്ചിരുന്ന രാജാവിനെ പാതാളത്തിലേക്ക് അയക്കാൻ ആകാശവും ഭൂമി അളക്കാൻ മറ്റ് സംസ്ഥാനത്തിലുള്ളവർ സമ്മതിക്കുമോ? വളരെ രസകരമാണ് അല്ലേ ആലോചിക്കുമ്പോൾ. സത്യത്തിൽ ഈ മഹാബലി എന്ന ഒരു ചക്രവർത്തി കേരളം ഭരിച്ചിട്ടില്ല. കാരണം കേരളം രൂപം കൊണ്ടത് തന്നെ 1956 നവംബർ 1-ാം തീയതിയാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിനു മുമ്പ് കേരളം ഉണ്ടായിരുന്നില്ലേ? കേരളം ഉണ്ടായിരുന്നു. കേരളം എന്ന പേരിലല്ല. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിലോ കൊച്ചി രാജവംശത്തിലോ മലബാർ രാജവംശത്തിലോ ഒന്നും മഹാബലി എന്നൊരു രാജാവ് കേരളം ഭരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മഹാബലി ഉണ്ടായത്? ഇതൊരു മിത്താണ്, ഒരു സങ്കല്പമാണ്. അതായത് അമേരിക്കയിലെ ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തിറക്കിയ ദ ഹാൻഡ് ബുക്ക് ഓഫ് ഹിന്ദു മിത്തോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വിഷ്ണു പുരാണത്തിലെ ഒരു കഥാപാത്രമാണ് മഹാബലി. ബ്രഹ്മാവിൻ്റെ മകനായ ഹിരണ്യകശിപുവിൻ്റെ മകനായ വിലോചനൻ്റെ പുത്രനാണ് മഹാബലി. മഹാബലിയുടെ ഭാര്യയുടെ പേര് ദേവാംബ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ബാണാസുരൻ. ഈ ബാണാസുരൻ്റെ നാമത്തിൽ നമുക്കൊരു അണക്കെട്ട് കേരളത്തിലുണ്ട്, പാലക്കാട്. അപ്പോൾ ഇതൊരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ആരാണ് അസുരൻ, ആരാണ് ദേവൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതായത് ഹിരണ്യകശിപുവിൻ്റെ മകനാണ് കശ്യപൻ. കശ്യപന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയുടെ പേര് ദിതി എന്നും ഒരു ഭാര്യയുടെ പേര് അദിതി എന്നുമാണ്. അപ്പോൾ കശ്യപൻ്റെ ദിതി എന്ന ഭാര്യയിൽ കശ്യപനുണ്ടായ മക്കളാണ് അസുരന്മാർ. അദിതി എന്ന ഭാര്യയിലുണ്ടായതാണ് ദേവന്മാർ. ഇവരെപ്പോഴും ഒരച്ഛനും അതായത് 2 അമ്മമാരും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇവരെപ്പോഴും ശത്രുക്കളായിരുന്നു. അങ്ങനെ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുക. കേരളം ഭരിച്ചിരുന്ന മഹാബലി വളരെ സർവഗുണസമ്പന്നനും ദയാലുവും ഉദാരമതിയും ശക്തനും ആയിരുന്നു. അദ്ദേഹം അമരനായിരുന്നു. അതായത് മരണത്തിന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം അമൃത് ഭക്ഷിച്ചിരുന്നു. ഇദ്ദേഹം കേരളത്തിലെ നല്ല ഭരണം കാഴ്ചവെച്ച് ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റി വളരെ സന്തോഷവും സമാധാനത്തോടു കൂടി, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ രീതിയിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു മോഹമുദിച്ചു. അതായത് ത്രിലോകങ്ങളും ഭരിക്കാൻ. അതായത് ഇദ്ദേഹം ഭരിക്കുന്ന ഭൂമി കൂടാതെ സത്യത്തിൽ ഇദ്ദേഹം കേരളമല്ല ഭരിച്ചത്, ഇദ്ദേഹം ഭരിച്ചത് ലോകമാണ് എന്നാണ് ഐതിഹ്യം. ലോകത്തിൽ ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ 3 ലോകവും ഭരിക്കണമെന്നൊരു തോന്നലുണ്ടാവുന്നു. അതായത് ഇദ്ദേഹത്തിന് 3 ലോകം ഉദ്ദേശിക്കുന്നത് ഭൂമി, പാതാളം, സ്വർഗം. ഈ അന്ന് വരെ ഈ ത്രിലോകം ഭരിച്ചിരുന്നത് ഇന്ദ്രനായിരുന്നു. ഇന്ദ്രൻ ദേവഗണത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ മഹാബലി ഇങ്ങനെ ഈ ത്രിലോകം പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു 100 യാഗങ്ങൾ നടത്തിയാൽ അദ്ദേഹത്തിന് 3 ലോകങ്ങളും കീഴ്പ്പെടുത്താം എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. അതിനുവേണ്ടി 99ാമത്തെ അശ്വമേധ യാഗം നടക്കുമ്പോൾ ഈ 100 യാഗങ്ങൾ പൂർത്തിയാക്കിയാൽ ഇദ്ദേഹം ത്രിലോകത്തിന് അധിപനാവും എന്ന് ഭയന്ന് ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് പരാതി പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ മഹാബലി എന്ന ഈ രാജാവിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ
അവതാരമെടുക്കുകയാണ് വാമനനായിട്ട്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമാണ് വാമനൻ. അങ്ങനെ 5ാമത്തെ അവതാരമായ വാമനൻ ഒരു ബ്രാഹ്മണ ബാലൻ്റെ 4-5 വയസ്സുള്ള ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ യാഗം നടക്കുന്ന യാഗവേദിയിൽ വരികയാണ്. അന്നത്തെ വിശ്വാസമനുസരിച്ച് യാഗശാലയിൽ ഒരു ബ്രാഹ്മണൻ വന്ന് സഹായം അപേക്ഷിച്ചാൽ കൊടുക്കണം എന്ന് നിർബന്ധമാണ്. അത് പുണ്യവുമായിരുന്നു. അങ്ങനെ ഈ 4-5 വയസ്സുള്ള ബ്രാഹ്മണമാലം വന്നിട്ട്, എനിക്ക് തപസ് ചെയ്യാനാണ് 3 അടി മണ്ണ് എനിക്ക് വേണം എന്ന് പറയുന്നു. അപ്പോൾ ഉദാരമതിയായ മഹാബലി പറഞ്ഞു, താങ്കൾക്ക് എന്തു വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇത് കേട്ട് ശുക്രാചാര്യ മഹർഷി, അതായത് അദ്ദേഹം മഹാബലിയുടെ ഗുരുവായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഇത് ചതിയാണ്, തിരുമേനി ഇത് അനുവദിച്ചു കൊടുക്കരുത്. പക്ഷേ മഹാബലി വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു വാക്ക് കൊടുത്താൽ വാക്കായിരിക്കണം. അങ്ങനെ ബ്രാഹ്മണ ബാലനോട് 3 അടി മണ്ണ് അളന്നെടുത്തോളാൻ പറയുന്നു. പെട്ടെന്ന് ഭീമാകാരനായ വാമന രൂപം കൊണ്ട് മഹാവിഷ്ണു ഭൂമിയും ആകാശവും 2 അടി കൊണ്ട് തന്നെ അളന്നു കഴിഞ്ഞു. 3ാമത്തെ അടി ഞാൻ എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി പറഞ്ഞു, ഇതാ എൻ്റെ ശിരസിൽ അളന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ഈ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളത് ഒരു ശിക്ഷാ നടപടിയായിട്ടല്ല, അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് അദ്ദേഹത്തെ വേറൊരു സുതലം എന്നൊരു ലോകത്തേക്ക് അയക്കുകയായിരുന്നു വാമനൻ്റെ ഉദ്ദേശം. അങ്ങനെ ആ സുതലം എന്ന പ്രദേശത്തേക്ക് മഹാബലിയെ അയക്കുകയും അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ ആണ്ടിലൊരിക്കൽ അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എല്ലാ വർഷവും മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ കേരളത്തിലെത്തുന്നതാണ് സങ്കല്പം. ഇതാണ് ആ ഐതിഹ്യത്തിൻ്റെ കഥ. അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. ശരിക്കും ഒരു ഹിന്ദു മിത്തോളജിയാണിത്. അപ്പോൾ നമ്മൾ പള്ളിക്കകത്ത് മഹാബലിയെ കയറ്റി അല്ലെങ്കിൽ മഹാബലിയുടെ പ്രതിരൂപത്തൊക്കെ ഉണ്ടാക്കി പ്രദക്ഷിണമായിട്ട് കൊണ്ടു നടക്കാന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ചേർന്നതാണോ?